എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പ്യൂപ്പ ആക്ടിവിറ്റി ടെസ്റ്റിലെ സ്റ്റാർ ഇൻ ദ ജാർ എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റി 8 മുതൽ 15 വരെയുള്ള ആക്ടിവിറ്റികളാണ്. ഇതിനു മുമ്പെയുള്ള ആക്ടിവിറ്റികൾ ഈ ചാനലിലുണ്ട്. കാണാത്തവർ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആക്ടിവിറ്റി നമ്പർ 8. ലക്കി പുട്ട് ദ ട്രഷർ ഇൻ എ ജാർ. ലക്കി ആ നിധി ഒരു ജാറിലാക്കി. ഇൻ ദ ഈവനിങ് ഹി റോട്ട് അബൌട്ട് ദ ട്രഷർ ഇൻ ഹിസ് ഡയറി. വൈകുന്നേരം ആ നിധിയെക്കുറിച്ച് അവൻ്റെ ഡയറിയിൽ എഴുതി. പ്രിപ്പയർ ലക്കീസ് ഡയറി. ലക്കിയുടെ ഡയറി തയ്യാറാക്കൂ. ഒരു ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റും ഡേയും എഴുതണം അല്ലേ? അപ്പോൾ ആദ്യം ഡേറ്റും ഡേയും എഴുതുക. ഡയറിയിൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വായിക്കാം. ടുഡേ ഐ ഗോട്ട് എ ട്രഷർ. ഇന്നെനിക്കൊരു ട്രഷർ കിട്ടി. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി ആൻഡ് എ ലിറ്റിൽ ഹെവി ടു. അത് കട്ടിയുള്ളതും തിളങ്ങുന്നതും ഇത്തിരി ഭാരമുള്ളതുമായിരുന്നു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ. അതൊരു നക്ഷത്രം പോലെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ ടോയ്. അതൊരു ടോയ് ആയിരുന്നില്ല. ഐ ആസ്ക്ഡ് മെനി പീപ്പിൾ. ഞാൻ ധാരാളം ആളുകളോട് ചോദിച്ചു. ഐ വാണ്ടഡ് ടു ഫൈൻഡ് ദ ഓണർ. എനിക്ക് അതിൻ്റെ ഉടമയെ കണ്ടെത്താൻ ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് നോ വൺ ന്യൂ. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. അറ്റ് ലാസ്റ്റ് ഐ കെപ്റ്റ് ഇൻ എ ജാർ. അവസാനം ഞാനത് ഒരു ജാറിൽ സൂക്ഷിച്ചു. ഐ ലൈക്ക്ഡ് ദ ട്രഷർ. എനിക്ക് ആ നിധി ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി നൈസ്. അത് വളരെ നല്ലതായിരുന്നു. ആക്ടിവിറ്റി നമ്പർ 9. ലുക്ക് അറ്റ് ദ നൈറ്റ് സ്കൈ. രാത്രിയിലെ ആകാശത്തേക്ക് നോക്കുക. പേസ്റ്റ് സ്റ്റാർസ് ആൻഡ് മേക്ക് ഇറ്റ് എ സ്റ്റാറി സ്കൈ. നക്ഷത്രങ്ങൾ ഒട്ടിക്കുക, എന്നിട്ട് നക്ഷത്ര ആകാശമാക്കി മാറ്റുക. കുറച്ച് നക്ഷത്രങ്ങളെല്ലാം ഇവിടെ ഒട്ടിച്ച് ചേർക്കുക. ആക്ടിവിറ്റി നമ്പർ 10. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെയുള്ള പിക്ചേഴ്സ് നോക്കൂ. സെലക്ട് സ്യൂട്ടബിൾ മെസ്സേജസ് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സസ്. എന്നിട്ട് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതിന് യോജിച്ചത് എന്താണോ താഴെ തന്നിട്ടുണ്ട് അതിൽ നിന്നും കറക്റ്റായിട്ടുള്ളത് എടുത്ത് എഴുതുക. ഫസ്റ്റ് പിക്ചറിൽ എന്താ വരിക? ഒരാൾ അവിടെ നിന്ന് തള്ളുകയാണ് അല്ലേ? അപ്പോൾ എന്ത് വരും? പുഷ്. താഴെ തന്നിട്ടുള്ള ആൻസേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ആൻസർ എഴുതാം. ആൻസർ പുഷ്. സെക്കൻഡ് പിക്ചർ നോക്കൂ. ഇതെന്തിൻ്റെ സിമ്പലാണ്? ഒരു സൈഡിൽ മാത്രം വാഹനങ്ങൾ പോകുക അല്ലേ? അതിനെന്താ പറയുക? വൺ വേ. തേർഡ് പിക്ചർ എന്തിൻ്റെ സിമ്പലാണ്? നോ പാർക്കിംഗ് സിമ്പലാണ്. അപ്പോൾ എന്താ എഴുതേണ്ടത്? നോ പാർക്കിംഗ്. ഫോർത്ത് പിക്ചർ നോക്കൂ. അതിൽ ഒരു ബസ്സിൻ്റെ ചിത്രമുണ്ട് അല്ലേ? അപ്പം ബസ് സ്റ്റോപ്പിൻ്റെ സിമ്പിളാണിത്. ആക്ടിവിറ്റി നമ്പർ 11. ദ ട്രഷർ ഈസ് എ റിയൽ സ്റ്റാർ. ലക്കി കോൾഡ് ഔട്ട് ടു ലൂസി. ഹി വാസ് ത്രിൽഡ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ലക്കി ആൻഡ് ലൂസി. ഈ നിധി ഒരു യഥാർത്ഥ നക്ഷത്രമാണ്. ലക്കി ലൂസിയോട് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ലക്കിയും ലൂസിയും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കുക. ലക്കി ലൂസിയെ ഉറക്കെ വിളിച്ചു അല്ലേ? ഇവിടെ നോക്കൂ, ലക്കിയുടെ സംഭാഷണമുണ്ട്, ലൂസിയുടെ സംഭാഷണം തന്നിട്ടില്ല. എന്തായാലും ലക്കി വിളിച്ചിട്ടാണ് ലൂസി വന്നത്. അപ്പോൾ ലൂസി എന്തായിരിക്കും ചോദിക്കുക? ലക്കി, വാട്ട് ഈസ് ദ മാറ്റർ? ലക്കി, എന്താ കാര്യം? അതിന് മറുപടി ലക്കി പറയുന്നത് അവിടെ തന്നിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് എ ടോയ്, ദിസ് ഈസ് എ റിയൽ സ്റ്റാർ ഫ്രം ദ സ്കൈ. ഇതൊരു ടോയ് അല്ല, ഇതൊരു ആകാശത്തുള്ള റിയൽ സ്റ്റാറാണ്. അടുത്ത് നോക്കൂ, ലക്കിയുടെ സംഭാഷണമുണ്ട്. ഐ ഹാവ് നോ ഐഡിയ. എനിക്ക് ഐഡിയ ഇല്ല എന്ന്, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് ലക്കി പറയണമെങ്കിൽ ലൂസി എന്ത് പറഞ്ഞിരിക്കണം? ഈസ് ഇറ്റ്? ആണോ? വാട്ട് വിൽ വി ഡു നൗ? നമ്മളിനി എന്തു ചെയ്യും? അതിന് മറുപടിയാണ് ലക്കി പറഞ്ഞത് ഐ ഹാവ് നോ ഐഡിയ. ആക്ടിവിറ്റി നമ്പർ 12. ലൂസി ആൻഡ് ലക്കി ആർ ടോക്കിംഗ് അബൌട്ട് ഐഡിയാസ് ടു സെൻഡ് ദ സ്റ്റാർ ബാക്ക് ടു ദ സ്കൈ. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. ലക്കിയും ലൂസിയും ചേർന്ന് സ്റ്റാറിനെ ആകാശത്തേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള സംഭാഷണത്തിലാണ്. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ കോൺവെർസേഷൻ പൂർത്തിയാക്കൂ. ലക്കി പറയുന്നത് ബട്ട് വി ഹാവ് നോ റോക്കറ്റ്. പക്ഷേ നമുക്ക് റോക്കറ്റ് ഇല്ലല്ലോ. ഇങ്ങനെ ലക്കി പറയണമെങ്കിൽ ലൂസി എന്തായിരിക്കും ചോദിച്ചിരിക്കുക? ലെറ്റ്സ് സെൻഡ് ദ സ്റ്റാർ ബാക്ക് ടു ദ സ്കൈ ഇൻ എ റോക്കറ്റ്. നമുക്ക് നക്ഷത്രത്തെ തിരികെ ഒരു റോക്കറ്റിൽ ആകാശത്തേക്ക് അയക്കാം. അടുത്ത ലൂസി പറയുന്ന ഡയലോഗ് വായിക്കാം. ക്യാൻ ദേ റീഡ് ദാറ്റ്? അവർക്കത് വായിക്കാൻ പറ്റുമോ എന്ന് ലൂസി പറയണമെങ്കിൽ ലക്കി എന്തായിരിക്കും പറഞ്ഞിരിക്കുക? നോക്കാം. വി ക്യാൻ റൈറ്റ് എ മെസ്സേജ്. നമുക്കൊരു സന്ദേശം എഴുതാം എന്നായിരിക്കും പറഞ്ഞിരിക്കുക. ആക്ടിവിറ്റി നമ്പർ 13. മേക്ക് എ ക്യാൻഡിൽ ഫോളോയിങ് ദ പിക്ചേഴ്സ്. ഒരു മെഴുകുതിരി ഉണ്ടാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് പിക്ചർ നോക്കൂ.
ടേക്ക് എ സ്ക്വയർ പേപ്പർ. ഒരു സമചതുരത്തിലുള്ള ഒരു പേപ്പർ എടുക്കുക. സെക്കൻഡ് പിക്ചർ നോക്കൂ. ഫോൾഡ് ഫ്രം കോർണേഴ്സ് ടു സെൻറ്റർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 4 കോണുകളിൽ നിന്നും മധ്യഭാഗത്തേക്ക് മടക്കുക. പിക്ചർ 3. അൺഫോൾഡ് 1 കോർണർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കോർണർ നിവർത്തുക. ഫോർത്ത് പിക്ചറിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഫോൾഡ് അപ്പ് ഫ്രം ദ മിഡിൽ ലൈൻ. മധ്യഭാഗത്തെ വരയിൽ നിന്ന് മുകളിലേക്ക് മടക്കുക. പിക്ചർ 5. ടേൺ ദ പേപ്പർ. കടലാസ് തിരിച്ചിടുക. പിക്ചർ 6. ഫോൾഡ് ദ സൈഡ്സ് എലോങ് ദ ലൈൻസ്. വശങ്ങൾ വരകളിലൂടെ മുകളിലേക്ക് മടക്കുക. പിക്ചർ 7. റോൾ ദ പേപ്പർ ആൻഡ് ഇൻസർട്ട് വൺ സൈഡ് ഇൻ ടു ദ അതർ. ചിത്രത്തിൽ കാണുന്നത് പോലെ പേപ്പർ ചുരുട്ടുക, ഒരു വശം മറ്റേതിനുള്ളിലേക്ക് കയറ്റുക. പിക്ചർ 8. ട്വിസ്റ്റ് ദ ടോപ്പ് പാർട്ട് റൈറ്റ് ടു മേക്ക് ദ ഫ്ലെയിം. തീജ്വാല ഉണ്ടാക്കുന്നതിനായി മുകൾ ഭാഗം വലത്തോട്ട് തിരിക്കുക. ആക്ടിവിറ്റി നമ്പർ 14. The stars send a reply to the children. Color the stars with dots at the center. You will get the message. നക്ഷത്രങ്ങൾ കുട്ടികൾക്ക് മറുപടി അയച്ചു. നടുവിൽ കുത്തുകളുള്ള നക്ഷത്രങ്ങൾക്ക് നിറം നൽകുക. നിങ്ങൾക്ക് സന്ദേശം ലഭിക്കും എന്നായിരുന്നു. നക്ഷത്രങ്ങൾ കുട്ടികൾക്ക് അയച്ച മെസ്സേജ് എന്തായിരുന്നു? ഗോട്ട് ദ മെസ്സേജ്. മെസ്സേജ് കിട്ടി എന്നായിരുന്നു. ആക്ടിവിറ്റി നമ്പർ 15. ലക്കി സെൻഡ് എ മെസ്സേജ് ടു ഹിസ് ഫ്രണ്ട് അബി അബൌട്ട് ദ സ്റ്റാർ. ലക്കി തൻ്റെ കൂട്ടുകാരനായ അബിക്ക് സ്റ്റാറിനെ കുറിച്ച് ഒരു സന്ദേശം അയച്ചു. ലക്കി മൊബൈലിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഇറ്റ് വാസ് നോട്ട് എ ടോയ് സ്റ്റാർ. അതൊരു കളിപ്പാട്ട നക്ഷത്രമായിരുന്നില്ല. ഇറ്റ് വാസ് എ റിയൽ സ്റ്റാർ. അതൊരു യഥാർത്ഥ നക്ഷത്രമായിരുന്നു. ഇറ്റ് ഷോൺ അറ്റ് നൈറ്റ്. ഇത് രാത്രി തിളങ്ങുമായിരുന്നു. ഇറ്റ് ഫെൽ ഡൗൺ ഫ്രം ദ സ്കൈ. അത് ആകാശത്തു നിന്നു താഴെ വീണു. വി വാണ്ടഡ് ടു സെൻഡ് ഇറ്റ് ബാക്ക്. നമുക്കതിനെ തിരികെ അയക്കണമായിരുന്നു. സോ വി റോട്ട് എ മെസ്സേജ് ഫോർ ദ സ്കൈ. അതുകൊണ്ട് ഞങ്ങൾ ആകാശത്തേക്ക് ഒരു സന്ദേശം എഴുതി. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. നന്ദി.